നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അതിജീവിതമാരോടൊപ്പമാണ് എപ്പോഴും സർക്കാർ. മാത്രമല്ല, ദുഃഖിക്കുന്ന സ്ത്രീകളോടൊപ്പമാണ് എപ്പോഴും സർക്കാർ എന്ന നാഴിക്ക് 40 വട്ടം പറഞ്ഞിട്ടും നവീൻ ബാബു എന്ന സർക്കാർ ഉദ്യോഗസ്ഥന്റെ നവീൻ ബാബു എന്ന വ്യക്തിയുടെ ഭാര്യയോടൊപ്പം ഞങ്ങൾ ഉണ്ടാകുമെന്ന് വീട്ടിൽ പോയി വാക്ക് കൊടുത്തിട്ട് ആ വാക്ക് മാറ്റുന്ന സാഹചര്യമാണ് ഇതിനു മുമ്പും നമ്മൾ കണ്ടത്. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ വാദം ജനുവരി 19 തുടങ്ങും. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് പരിഗണിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ രാഷ്ട്രീയം കൂടി പരിശോധിക്കണമെന്ന ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയാണ് അന്വേഷണത്തിലെ വീഴ്ച ചൂണ്ടിക്കാട്ടി ഹർജി നൽകിയത്. ACP ആയിരുന്ന DK രത്നകുമാർ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. 2024 ഒക്ടോബർ 15-നാണ് നവീൻ ബാബുവിനെ കണ്ണൂർ പുളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്ഥലം മാറിപ്പോകുന്ന കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ 2024 ഒക്ടോബർ 14-ന് വൈകിട്ട് റവന്യൂ ഉദ്യോഗസ്ഥർ നൽകിയ യാത്രയയപ്പ് ചടങ്ങിലേക്ക് ക്ഷണമില്ലാതെ എത്തിയായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയുടെ അധിക്ഷേപ പ്രയോഗം. ദിവ്യയുടെ വാക്കുകളാണ് നവീൻ ബാബുവിന്റെ ജീവനെടുത്തത് എന്നാണ് കുടുംബം പറയുന്നത്. രാത്രി 8:45-ന് മലബാർ എക്സ്പ്രസിൽ ചെങ്ങന്നൂരിലെ വീട്ടിലേക്ക് പോകേണ്ട നവീൻ ബാബു കണ്ണൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് എത്തിയെങ്കിലും ട്രെയിൻ കയറിയില്ല. പിറ്റേന്ന് രാവിലെ 7 മണിക്ക് പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ ഡ്രൈവർ എത്തിയപ്പോൾ കണ്ടത് നവീൻ ബാബുവിനെ തൂങ്ങി മരിച്ച നിലയിലാണ്. യാത്രയയപ്പ് യോഗത്തിലെ അധിക്ഷേപ പരാമർശം അപ്പോഴേക്കും നാടെങ്ങും പടർന്നിരുന്നു. രണ്ടാം നാൾ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് CPM നേതാവ് കൂടിയായ PP ദിവ്യക്കെതിരെ പോലീസ് കേസെടുത്തു. പ്രതിഷേധം പിന്നെയും കനത്തു. സമ്മർദ്ദത്തെ തുടർന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ദിവ്യ രാജിവെക്കുകയും ചെയ്തു. എന്തായാലും ഈ കാര്യത്തിൽ ദിവ്യ ഇപ്പോൾ താനൊന്നും അറിഞ്ഞില്ല രാമനാരായണൻ എന്ന മട്ടിലാണ് നടക്കുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടം വിഷയവും അല്ലാതുള്ള വിഷയങ്ങളിലും ഒക്കെ തന്നെ രൂക്ഷമായ ഭാഷയിൽ PP ദിവ്യ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ആക്റ്റീവാണ്. അപ്പോൾ കൃത്യമായി തന്നെ മഞ്ജുഷ എന്ന ആ അമ്മ ഭാര്യ കേസുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഉദ്യോഗസ്ഥന്റെ രാഷ്ട്രീയ ഭാവി അല്ലെങ്കിൽ രാഷ്ട്രീയം കൂടി ഒന്ന് പരിഗണിക്കണമെന്ന് കൃത്യമായി പറയുന്നുണ്ട്. എന്തായാലും മഞ്ജുഷയുടെ വാദം കോടതി കേൾക്കാതെ പോകുകയില്ല. കോടതി കൃത്യമായി തന്നെ കേൾക്കും, അക്കമിട്ട് നിരത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ജനുവരി 19 വരെ കാത്തിരിക്കാം.